കൂടുതലായൊന്നും ഇന്ന് ന്യൂസ് ലാബ് പരിശോധിക്കുന്നില്ല. മീഡിയ വണിൻ്റെ ഇരുട്ടുമുറി ചർച്ച മാത്രമാണ് പരിശോധിക്കുന്നത്. ഔട്ട് ഓഫ് ഫോക്കസിൽ നിഷാദ് റാവുത്തർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ആദ്യം സംസാരിച്ചത് എഡിറ്റർ ആണെങ്കിലും ബഹുമാനപ്പെട്ട പ്രമോദ് രാമനുള്ള മറുപടി രണ്ടാമത് മാത്രമേ ഉള്ളൂ. തെണ്ടിത്തരം പറഞ്ഞാൽ അതിനാരെങ്കിലും മറുപടി പറഞ്ഞില്ലേ, പറഞ്ഞവരൊക്കെ വിചാരിക്കും അവരാണ് ഈ രാഷ്ട്രീയ കേരളത്തെ നയിക്കുന്നതെന്ന്. പ്രത്യേകിച്ചും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അജണ്ട നിശ്ചയിച്ചത് തങ്ങളാണെന്ന് വിളിച്ചു പറയാനും വീമ്പിളക്കാനും കാണിച്ച അരാഷ്ട്രീയ ബോധം പേറുന്നവരുടെ മുന്നിൽ മുട്ടുമടക്കിയാൽ ഇന്നു കാണുന്ന കേരളം ഇന്നു മാത്രമേ ഉണ്ടാകൂ. ഭാവിയിലെ കേരളത്തെ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും സി ദാവൂദും എസ് എ അജിംസും മുൻനിരയിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് കൂടിയാണ് ഇരുട്ടുമുറി ചർച്ചയിലെ CPM വിരുദ്ധത, കോൺഗ്രസ് ബാന്ധവം എന്നിവ തുറന്നു കാണിക്കേണ്ടി വരുന്നത്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വിഷയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലടക്കം ED നടത്തിയ റെയ്ഡിനെക്കുറിച്ച് തന്നെയാണ്. ഭാഗ്യം, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ EDയുടെ നീക്കമെന്ന അവതാരകൻ്റെ ചോദ്യത്തിന് അതെ എന്ന് നിഷാദ് റാവുത്തർ മറുപടി പറഞ്ഞു. പിന്നെ ED എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ആ വിശദീകരണം സാധാരണ നിലയ്ക്ക് പത്രം വായിക്കുന്നവർക്ക്, ടെലിവിഷൻ കാണുന്നവർക്ക്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു മുതിർന്ന ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് വല്ലപ്പോഴുമെങ്കിലും CPM അനുകൂല ചർച്ചകൾ നയിക്കുകയോ ഇടതനുകൂല നിലപാട് എടുക്കുകയോ ചെയ്യുന്ന ആളാണ് നിഷാദ് റാവുത്തർ. അല്പം കൂടി കടത്തി പറഞ്ഞാൽ മീഡിയ വണിലെ ഒരേ ഒരു ഇടത് അനുഭാവി എന്ന ലേബൽ പൊതുമണ്ഡലത്തിൽ ഉള്ളയാൾ. പക്ഷേ നിഷാദ് ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞ ഒരു കാര്യത്തെ അങ്ങേയറ്റം പുച്ഛത്തോടെ തള്ളിക്കളയേണ്ടതുണ്ട്. നമുക്കാദ്യം അതൊന്ന് കേട്ടിട്ട് വരാം, എങ്കിലേ അതിലൊരു ക്ലാരിറ്റി വരൂ. രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ്റെ പ്രതികരണമാണ്. അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള പ്രതികരണം പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായിട്ടുണ്ടാവുന്നതാണ്. എന്നെ വേട്ടയാടാൻ നരേന്ദ്രമോദിയല്ല, അമിത്ഷായല്ല, ആര് വിചാരിച്ചാലും നടക്കില്ല എന്നൊരു വാചകം അദ്ദേഹം പറയും നമ്മൾ പ്രതീക്ഷിച്ചു. അതുണ്ടായോ? ഇല്ല, അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരൊക്കെയും എന്ന് പറഞ്ഞത് VD സതീശനും മോദിയും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന റെയ്ഡെന്നായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ KM ഷാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയില്ലേ? അത് പിണറായി വിജയനും മോദിയും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് അവർ സമ്മതിക്കുമോ? പോട്ടെ, ആ ആരോപണമൊക്കെ അവർക്ക് ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഉന്നയിക്കുകയും ചെയ്യാം, ഉന്നയിക്കണം. പക്ഷേ ഈ ED വരുന്നത് ഈ ED ഇവിടെ വന്നു കയറിയിട്ടുള്ളത് അമിത്ഷായുടെയും മോദിയുടെയും ചീട്ടും കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ വാചകം, നരേന്ദ്രമോദി നിങ്ങൾ എന്നെ പൂട്ടാമെന്ന് വിചാരിക്കണ്ട, അമിത്ഷാ നിങ്ങളുടെ മറ്റേ പറഞ്ഞ വാക്കാണല്ലോ, ആ തടിയിലെ വെള്ളം പോരാന്ന്, അതുപോലൊരു വാചകം ഇന്നുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു. റിയാസല്ലോ, എന്താണ് പിണറായി വിജയൻ പറയുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് പിണറായി വിജയൻ പറഞ്ഞില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ കേട്ട വാക്കുകൾക്ക് മുന്നേ ഏതാണ്ട് 5 മിനിറ്റോളം EDക്കെതിരായി ഘോരം പ്രസംഗിച്ചയാളാണ് നിഷാദ്. ED നരേന്ദ്രമോദിക്ക് വേണ്ടിയും അമിത്ഷായ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് നിഷാദ് പിണറായി വിജയനിലേക്ക് വരുന്നത്. സത്യത്തിൽ നിഷാദ് പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത്? ഇങ്ങോട്ടാകാം അങ്ങോട്ട് പാടില്ലെന്ന നിലപാടിനെ കുയുക്തി എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. കേരളത്തിലെത്തിയാൽ വാ തുറന്നാൽ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ ചീത്ത വിളിക്കാതെ മടങ്ങിപ്പോയിട്ടില്ല. അതൊരു തവണയെങ്കിൽ പിണറായി ക്ഷമിച്ചേനെ. പക്ഷേ അത് ആവർത്തിക്കപ്പെട്ടപ്പോൾ ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം പോലെ തന്നെ ED സംഘം പിണറായിയുടെ വീട്ടിൽ 8 മണിക്കൂർ റെയ്ഡ് നടത്തിയതിന് ശേഷം എന്ത് തരത്തിലുള്ള പ്രതികരണമാകും ഉണ്ടാകുക? സാമാന്യ യുക്തിയുള്ള ആരും പറയുന്നത് മാത്രമല്ലേ പിണറായി വിജയനും ഉന്നയിച്ചുള്ളൂ. വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള
ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെൻറ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഈ രാജ്യത്ത് ആദ്യമായി അർദ്ധ ഫാസിസം എന്ന് വിശേഷിപ്പിക്കാവുന്ന അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ആരാണ് നിഷാദേ? പിന്നീട് ഇന്ദിരാഗാന്ധിയും തുടർന്ന് രാജീവ് ഗാന്ധിയും ഒടുവിൽ നരസിംഹറാവുവും ചെയ്തത് എന്താണ് നിഷാദേ? പ്ലീസ് ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. സംഘപരിവാറിന് രാജ്യത്ത് വേരുറപ്പിക്കാൻ പാകത്തിൽ വഴിവെട്ടിക്കൊടുത്തവരാണ് ഈ പറഞ്ഞവരൊക്കെയും. ഒടുവിൽ നവഫാസിസ്റ്റ് ശൈലിയിൽ രാജ്യത്തെ എത്തിക്കാൻ പണിയെടുത്തവരുടെ പിന്മുറക്കാരനെതിരെ പറഞ്ഞപ്പോൾ നിഷാദിന് എന്തിനാണിത്ര പൊള്ളൽ? നിഷാദിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ സ്കെയിൽ എന്നാൽ പിണറായി വിജയൻ രാവിലെ എഴുന്നേറ്റാലുടൻ മോദിയെ ചീത്ത വിളിക്കുന്ന, രാത്രി കിടക്കുന്നതിന് മുന്നേ അമിത്ഷായെ ചീത്ത വിളിക്കുന്ന ഒന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10-20 കൊല്ലത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് പിണറായി വിജയനെ ഫാസിസ്റ്റ് വിരുദ്ധത പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിന് മുന്നിൽ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മുന്നിൽ കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനും എത്താൻ കഴിയില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്നാൽ പിണറായി വിജയനെ പോലെയുള്ളവരെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് എന്ന് ജേർണലിസ്റ്റുകൾ ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ടന്മാരുടെ ലോകത്തെ തലതൊട്ടപ്പന്മാർ മാത്രമായിരിക്കും. പക്ഷേ നിഷാദേ, നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പിന്തുണയ്ക്കാനെത്തിയ ആളുടെ പേര് ഓർമ്മയുണ്ടോ? അയാളുടെ പേരാണ് പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ സമയത്ത് പിന്തുണച്ച രാഷ്ട്രീയ നേതാവിൻ്റെ പേരും പിണറായി വിജയൻ എന്ന് തന്നെയാണ്. മുഷ്ടി ചുരുട്ടി അണികളെ അഭിവാദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് പിണറായി രാഹുൽ ഗാന്ധിയെ പരാമർശിച്ചു? ഉത്തരം ഇതാണ്. മലപ്പുറം വണ്ടൂരിൽ നടന്ന പൊതുപരിപാടിയിൽ ED എന്നെ 5 തവണ ചോദ്യം ചെയ്തു. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ED മടിക്കുകയാണെന്ന് പറഞ്ഞത് സാക്ഷാൽ രാഹുൽ ഗാന്ധി ആയിരുന്നു. കണ്ണൂരിൽ നടന്ന മറ്റൊരു ചടങ്ങിൽ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ കെജ്രിവാളും ഹേമന്ത് സോറനും ജയിലിലാണ്. എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ED ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞതും ഇതേ രാഹുൽ ഗാന്ധി തന്നെ. പിണറായി വിജയൻ മാത്രമല്ല, കുടുംബം ഒന്നാകെ അഴിമതിക്കാരാണ്, എന്തുകൊണ്ട് ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ ED ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചതും നിഷാദിൻ്റെ സ്വന്തം രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. തന്നെ നിരന്തരം ദ്രോഹിച്ച ഒരാൾക്ക് തന്നെയും കുടുംബത്തെയും 8 മണിക്കൂറിലേറെ ED തടവിൽ വെച്ചപ്പോൾ ഓർമ്മ വന്നത് ആ സീസണൽ രാഷ്ട്രീയക്കാരനെയാണ്. അതെ, രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. അതിലെന്താണ് ഇത്ര കുഴപ്പം? പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാതിരുന്നുവെങ്കിൽ അതായിരുന്നു ന്യൂസ് ലാബ് കാണുന്ന കുഴപ്പം. അപ്പോൾ ശരി, തലസ്ഥാനത്തടക്കം ED നടത്തിയ രാഷ്ട്രീയ നാടകം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞല്ലോ. ഈ രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ലാസ്റ്റ് ബസ്സായ രാഹുൽ ഗാന്ധി ഇന്നലത്തെ ED നടപടിക്കെതിരെ എന്തെങ്കിലും ഒഴിഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ആരുടെ രാഷ്ട്രീയമാണ് നിഷാദെ ചർച്ചയാക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണുമൊക്കെ കോൺഗ്രസിനൊപ്പമാണ്. അതുകൊണ്ട് ഒരു ചർച്ചയിൽ പോലും കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്ന ഒന്നും ഉണ്ടായിക്കൂടാ എന്നാണോ കരുതിയിരിക്കുന്നത്? എന്നിട്ടാണ് പിണറായി വിജയന് ഫാസിസ്റ്റ് വിരുദ്ധതയുടെ ക്ലാസ് എടുക്കുന്നത്. അതും നിഷാദൊക്കെ ജനിക്കും മുന്നേ MLA ആയ ഇന്ദിരാഗാന്ധിയുടെ പോലീസ് അടിയന്തരാവസ്ഥ കാലത്ത് ഇടിച്ചു പിഴിഞ്ഞ, കണ്ണൂരിൽ കൊണ്ടും കൊടുത്തും RSSനെ തടുത്ത പിണറായി വിജയനെ ഫാസിസ്റ്റ് വിരുദ്ധത പഠിപ്പിക്കാൻ മാത്രം ധൈര്യം എവിടുന്ന് കിട്ടുന്നു? അതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രിവിലേജ്. ആരെയും എന്തും പറയാം. അതാണ് മാധ്യമ പ്രവർത്തകരുടെ അഹങ്കാരത്തിൻ്റെ ആകത്തുക. ഇനി പ്രമോദ് രാമനിലേക്ക് ഒന്ന് പോയി വരാം. ഈ കേസിൽ ഇപ്പോൾ CMRലും
ഈ പറയുന്ന എക്സാലോജിക്കും ഉൾപ്പെട്ട പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എന്താണ് ഇ ഡിയുടെ ലക്ഷ്യം? എന്താണ് അവർക്ക് തെളിയിക്കാനുള്ളത്? അവർക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? അവരുടെ കേസ് എന്താണ്? ഇത് ഇപ്പോൾ ടി വീണ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ അവിടെ നിന്ന് 1,72,00,000 രൂപ കൈപ്പറ്റി. ഈ കൈപ്പറ്റിയ പണം അനധികൃതമായി കൈപ്പറ്റിയതാണ്, അത് കള്ളപ്പണമാണ് എന്നാണ് അവർക്ക് തെളിയിക്കാനുള്ളത്. ഒരു സേവനവും അങ്ങോട്ട് കൊടുക്കാതെ കൈപ്പറ്റിയ പണമാണ്. അതുകൊണ്ട് അതിനെ എന്താ പറയുക, സ്വാധീനിക്കാനുള്ള പണമായിട്ടാണ് ഇ ഡി കാണുന്നത്. ആ നിലയ്ക്കാണ് അതിൻ്റെ സ്റ്റാറ്റസ് അവർ കണ്ടിട്ടുള്ള കേസാണ് അവർ അന്വേഷിക്കുന്നത്. ഇതിൽ നോക്കൂ, ഈ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് വീണ പോലും പറയുന്നില്ല. നമുക്കറിയാം ആ പണം കൈപ്പറ്റിയിട്ടുണ്ട്, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്. അതേസമയം ഈ പണം കൈപ്പറ്റിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അവർക്ക് വിശദീകരിക്കാനും സാധിച്ചിട്ടില്ല. വീണയുടെ ഭാഗത്ത് പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിയമ നടപടി നേരിടട്ടെ. പക്ഷെ വീണയല്ല, ഇ ഡിയുടെ ലക്ഷ്യം പിണറായി ആകുമ്പോഴാണ് CPM-കാർ കടന്നൽക്കൂട്ടമാകുന്നത്. നിഷാദിനെ സപ്പോർട്ട് ചെയ്ത് പിണറായിയുടെ പ്രതികരണത്തെ വിമർശിക്കുമ്പോൾ ഇ ഡി എന്ന വജ്രായുധത്തെ കോൺഗ്രസും ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം പ്രമോദ് രാമൻ്റെ മനസ്സിൽ വന്നതേ ഇല്ലേ? കുറഞ്ഞ പക്ഷം VP സിംഗ് സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരുമിച്ച് നിന്നവരാണ് കോൺഗ്രസും BJPയും എന്ന കാര്യം പോലും മീഡിയ വൺ എഡിറ്റർക്ക് ഓർമ്മയില്ലേ? രാജ്യത്തെ രണ്ടാക്കി പകുത്ത രഥയാത്രയെ ബീഹാറിൽ തടഞ്ഞ് അദ്വാനിയെ അറസ്റ്റ് ചെയ്തു. ഇതിനെ തുടർന്ന് VP സിംഗ് സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. പക്ഷേ VP സിംഗ് തന്നെ മുൻകൈയെടുത്ത് സഭയിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. അന്ന് കോൺഗ്രസും BJPയും ഒരുമിച്ച് വോട്ട് ചെയ്തത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മായാതെ കിടപ്പുണ്ട്. CPM അടക്കമുള്ള ഇടതു പാർട്ടികൾ VP സിംഗ് സർക്കാരിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അന്ന് BJPക്കൊപ്പം നിന്നവരാണ് നിങ്ങൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധതയുടെ കുന്തമുനയാക്കുന്ന കോൺഗ്രസ് എന്ന കാര്യമെങ്കിലും ഒന്ന് ഓർത്തുകൂടായിരുന്നോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM എന്ന പാർട്ടി BJP അനുകൂല നിലപാട് സ്വീകരിച്ചതായി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നിട്ടും കുറ്റം മുഴുവൻ CPM-നും. ഇതെന്തു മാധ്യമ നൈതികതയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള സർക്കാർ കേരളം ഭരിക്കുന്നത് കൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഔട്ട് ഓഫ് ഫോക്കസ് ഒന്നും വേണ്ടെന്നാണോ എഡിറ്ററുടെ പക്ഷം? അമ്മാവന് പിന്നെ അടുപ്പിലുമാകാമല്ലോ എന്ന് സ്വന്തം കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ട് വീണാവധത്തിന് കോപ്പ് കൂട്ടുന്നത് കാണാൻ നല്ല രസമുണ്ട്. വെറുതെ ന്യൂസ് ലാബ് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കുറഞ്ഞ പക്ഷം ശശിധരൻ കർത്ത എന്ന വ്യവസായി 16.43 കോടി രൂപ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിലെന്താ മീഡിയ വണിൻ്റെ എഡിറ്റർക്ക് വേവലാതി ഇല്ലാത്തത്? മാധ്യമങ്ങൾ വാങ്ങിയാൽ അത് അഴിമതി അല്ലാതാകുമെന്ന നിയമമൊന്നും ഈ രാജ്യത്തുള്ളതായി ന്യൂസ് ലാബിന് അറിവില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇക്കാര്യത്തിൽ ഇനിയും എന്തൊക്കെ വിസ്മയങ്ങൾ മീഡിയ വണിൽ നിന്നും കേൾക്കാനിരിക്കുന്നു, കാണാനിരിക്കുന്നു. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിയോജിപ്പുകളും വിമർശനങ്ങളും തുറന്നു പറയാം. എല്ലാത്തിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.